അവന്റെ തന്നെയില്ലെന്ന് തുടങ്ങാം. ആരാ? എന്റെ പ്രിയ സുഹൃത്ത് ഡാനി സത്യൻ. യവനൊരു സകലകല വല്ലഭനാണ് കേട്ടാ. അവന്റെ ഇരട്ടത്താപ്പം, അവന്റെ മൊറ്റയെടുത്ത സ്വഭാവം ഞാൻ ഇപ്പൊ എക്സ്പോസ് ചെയ്തുതരാം. കൂട്ടുകാരനായാലും തന്തയിലായാലും അടിച്ചാൽ ഞാൻ പറയും. അപ്പൊ നമുക്ക് തുടങ്ങാം. പറയണം, അവൻ വീഡിയോ കണ്ടിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഞാൻ അവന് വേണ്ടി ചെയ്ത വീഡിയോ, അവന് വേണ്ടി. കാരണം ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് അവൻ മറ്റേവനാണ് മറിച്ചവനാണ്, അവന്റെ ചാനൽ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടെ എന്റെ കൂട്ടുകാരനെ പറഞ്ഞപ്പോ ഞാൻ എന്റെ കൂട്ടുകാരന് വേണ്ടി അവിടെ സംസാരിച്ചത്. അത് മനസ്സിലാക്കാൻ പോലും കഴിയുമെങ്കിൽ ഇവനൊരു കൂട്ടുകാരനാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ പറ, ഇവൻ ആത്മാർത്ഥ സുഹൃത്താണോ? ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതിരുന്നത് കാണണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതുൽ വ്ലോഗ്സിന്റെ ഒരു വീഡിയോ ആണ് ഇടയായിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വിചാരിക്കും ഡാനിനെ അതുലും കൂടെ പ്ലാൻ ചെയ്തിട്ടാണുള്ള സംസാരമാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ വിചാരിക്കും. ഒരു പ്ലാനിങ്ങും ഇല്ല, ഒരു ഇതുമില്ല. ഞാൻ 10 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അതുലിനെയും അച്ഛനെയും കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ട് ഈ കോണ്ടന്റ് ഇടുന്ന വിഷയം ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ള രീതിയില്ല. അത് ആ വീഡിയോ കണ്ടവർക്ക് നല്ല അറിയാം. ഇവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അത് പറഞ്ഞത്. പിന്നെ ഡാനി എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്? ഇന്ന് അടുപ്പിച്ച് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് അതിൽ ആ വീഡിയോ മൊത്തം കണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട എന്റെ സബ്സ്ക്രൈബേഴ്സിന് അത് നല്ല രീതിയിൽ മനസ്സിലാവും. രേണുവിന്റെ ആ 2 വീഡിയോ അതിനകത്ത് എന്തുകൊണ്ടാണ് ഇന്നലെ അതിന്റെ അടുത്ത് ഞാനും അതിനും കൂടെ ഒരു സംഭവം, ഒരു കാര്യത്തിന് വേണ്ടി പോയപ്പം ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ അവരെയൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ പച്ചത്തെറിയായിട്ട് അതിന്റെ പേരും പറഞ്ഞ് പച്ചത്തെറി വിളിച്ചിട്ട് അവൻ എങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ വീഡിയോ ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു, അവനെതിരെ നിയമ നടപടി പോകണം, അല്ലെങ്കിൽ അവൻ പണി കൊടുക്കണം, അവരുടെ ചാനൽ അടുപ്പിച്ച് കളയണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും അതിനും കൂടെ ഒരുമിച്ച് അത് കേട്ടിട്ട് അതിനെതിരായിട്ടാണ് ഞാൻ ഇതിൽ ആ ഒരു വീഡിയോ ചെയ്തത്. അത് ആ ഒരു വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, എനിക്ക് ആ ഒരു ദേഷ്യം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ രേണുവിന്റെയും ഈ പറയുന്ന അനുമോളുടെയും കൂടെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ അത് വെച്ച് സംസാരിച്ചത്. ഇത്രമാത്രം വളച്ചൊടിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിലെ? ഞാൻ അറിയാൻ പറ്റുള്ളൂ. നീ ആ ഒരു വീഡിയോ കണ്ട നിനക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലെന്ന് ഓർക്കുമ്പോഴാണ് നീ ഇപ്പൊ വീഡിയോ 10-20 മിനിറ്റ് വീഡിയോ എന്നിട്ട് ഒരു 7-8 മിനിറ്റ് എന്നെ ഇരുന്നത് കുറ്റം പറയുന്ന പോലെ പോട്ടെ, തമാശ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടിരുന്ന് സംസാരിക്കണം. 10 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞാണ് ഈ കോണ്ടന്റ് എടുക്കാതിരുന്നാൽ മതി, ഒരു മാസത്തേക്ക് ഈ കോണ്ടന്റ് എടുക്കാതിരുന്ന ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞതാ. പിന്നെ ഇന്നലെ അതിലൊരു വീഡിയോ ഇട്ടപ്പം അവൻ അവന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാനും കൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരണം ഓരോ വ്യക്തികളെ അതിൽ ആരൊക്കെ എതിരെ വീഡിയോ ഇടുന്നുണ്ടോ അവരെല്ലാം വിളിച്ചിട്ട് മറ്റേ മോനെ മറിച്ചേ പോലെ ഡാഷ് മോനെ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ രേണു സംസാരിക്കുന്നത്. അവന്റെ ചാനൽ പൂട്ടിക്കണം, അവന് പണി കൊടുക്കണം, അവന് കേസ് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന രേണു സ്ഥിതി വിളിച്ച് പറയാണ്. അവനെ എവിടൊക്കെ കീഴിൽ കൂടെ ദ്രോഹിക്കുന്നു ആ രീതിയിലല്ല. അത് അവനും അറിയാം, എനിക്കും അറിയാം. ഞങ്ങൾ ഒരുമിച്ച് അത് കേട്ടത്. അപ്പൊ അവന് സപ്പോർട്ടായിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. സപ്പോർട്ടായിട്ട് വീഡിയോ ഇട്ടപ്പം അവനിപ്പോ ഈ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കൊള്ളാവോ? അല്ല, ഞാൻ അറിയാൻ വയസ്സുകൊണ്ട് ചോദിക്കുക. എടാ നീ പൊട്ടനാണോ? ഞാൻ അറിയാൻ പറ്റില്ല. ആ 2 വീഡിയോ ഇരുന്ന് കണ്ടിട്ടാണോ നീ എന്റെ 2 ഡാനി അടുപ്പിച്ച് രേണുവിന്റെ വീഡിയോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് 2 തമ്പ്ലൈൻ വെച്ചിട്ട് സംസാരിക്കുന്നതൊക്കെ ഡയലോഗ് അടിച്ചു. ഓക്കെ, ആ തമ്പ്ലൈനും കൂടെ ഞാൻ വേണമെങ്കിൽ കൂടെ വെച്ച് തരാം. ഞാൻ 2 വീഡിയോ അടുപ്പിച്ച് തരാം. പൊട്ട അത് കേട്ട് നോക്കുമ്പോൾ നിനക്ക് അത് മനസ്സിലാവും. നിനക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചതെന്ന്. അതുപോലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഇരുന്ന് കാണാനുള്ള ക്ഷമ ആദ്യം വേണം. ആ ഒരു ക്ഷമയില്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങരുത്. എന്നിട്ട് ഒരുത്തന്നെ ഇരുന്ന് വിമർശിക്കണം. അത് അന്തസ്സുണ്ട്. ഇതത് ചെയ്യുന്നില്ല, എന്നിട്ട് ഇരുന്ന് കുറ്റം പറയുന്നു. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഇനി അതിന്റെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോവാം. അതിൽ പറയുന്നൊന്ന് കേൾക്കാം. ചേച്ചി, ഇത്ര നാളും പല്ലി എന്നൊക്കെയായിരുന്നു ചേച്ചിയുടെ ഒരു വിളിപ്പേര്. അതുപോലെ ഇപ്പൊ ഒരു പുതിയ പേര് വന്നിട്ടുണ്ട്, നിക്കർ വിധവ. കണ്ടിട്ടുണ്ടായിരുന്നു? നിക്കർ വിധവ ആരടാ ഇതൊക്കെ പടച്ചു വിടുന്നത്? സെറ്റ് പേര് ഇട്ട ആൾക്ക് കൺഗ്രാറ്റുലേഷൻ, നൈസ് നെയിം. വാവ്, വാട്ട് അമേസിംഗ് പേര്, നിക്കർ വിധവ. വാവ്, ഇങ്ങനെ ഒരു പേര് സ്വപ്നത്തിൽ പോലും ഇനി കിട്ടത്തില്ല. പിന്നെ ബോഡി ഷേമിംഗ് പേരുകളൊന്നും വേണ്ട. ഇത് കലക്കൻ കേട്ട, നിക്കർ വിധവ. വാവ്, അമേസിംഗ്. ഇതാണ് പേര്, ഇതാണ് കലക്കൻ. ഇങ്ങനെ ബോഡി ഷേമിംഗ് കാര്യങ്ങളൊന്നും വേണ്ട. ഇതാണ് കലക്കൻ, ഇതാണ് അടിപൊളി, നിക്കർ വരിക. ഓക്കെ, നീ ബാക്കി കൂടെ പറ, കേക്കട്ടെ. നീ പിന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പേരിടുന്നത് ഇങ്ങനെ ഒരു പേര് സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം. രേണുസുതി. ഈ രേണുസുതിയെ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിരിക്കട്ടെ, അത് നിങ്ങൾ പറയണ്ട, നിങ്ങൾക്കറിയാം ചീഞ്ഞ അഭിപ്രായമാണ് ഇവളെ പറ്റി. അത് പോട്ടെ. ഓക്കെ, ഇപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം, രേണുസുതിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് എത്ര കാടിവെള്ളത്തിലിട്ട് മുക്കിയാലും അല്ലെങ്കിൽ എന്താ പറയണ്ടേ വെളുപ്പിക്കാൻ നോക്കിയാലും ഒരു മാറ്റമല്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതുൽ വ്ലോഗ്സിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? രേണുസുതിയുടെ കാര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിരന്തരമായിട്ട് ഈ രേണുവിന്റെ വിഷയങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ അവന് തന്നെയല്ലേ ഏറ്റവും കുറവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലുള്ള ചീഞ്ഞേട്ട കേസ് കേട്ടിൽ വീഡിയോ ചെയ്യാനുള്ളതാണോ അതിൽ? നിങ്ങളായാലും അത് ചിന്തിച്ചു നോക്കി. ഇത്ര കോണ്ടന്റ് എടുക്കാനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ കുറച്ചെന്തെങ്കിലും പറയാം. ഇവൻ നിരന്തരമായിട്ട് ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പറ, ഇവന്റെ നിലവാരം തന്നെയല്ലേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്? ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞാനത് പറഞ്ഞത്. ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും, വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും, നല്ല കുടുംബത്തിൽ ജനിച്ചുള്ളവർക്ക് അത് മനസ്സിലാവും.
അത്യാവശ്യം ഇപ്പം എനിക്കെതിരെ ഇട്ട ഒരു വീഡിയോക്ക് അത് താഴെ മൊത്തം ഇവനെതിരെയാണ് സംസാരിക്കുന്നത്. അതായത് 100-ൽ ഒരു 80% ആൾക്കാരും അതിനെതിരെ സംസാരിക്കുന്നത്. ഡാനി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. നിങ്ങൾ ആ കമന്റ് ബോക്സ് പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എടാ നിനക്ക് അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നിന്നോട് നേരിട്ട് ഞാൻ എത്ര വട്ടം പറഞ്ഞു, എത്ര വട്ടം ഫോൺ വിളിച്ച് സംസാരിച്ചു. അതിപ്പോ ഏത് സമയത്താണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നത് നിന്റെ അടുത്ത്. ഇപ്പൊ ഇത്ര ഇവിടെ വന്നിട്ട് എനിക്ക് പറയേണ്ട ഒരു അവസരം നീ ഉണ്ടാക്കി വെച്ചതാണ്. കാരണം ഈ ഒരു വീഡിയോയില ഞാൻ സ്നേഹത്തോടാ പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ആദ്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? അതിലെ എന്നെ ഇഷ്ടമുള്ളവർ സത്യമായിട്ട് ലൈക്ക് അടി സബ്സ്ക്രൈബ് അടി ഹൈപ്പ് അടിക്ക്. നമ്മൾ ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്റെ ഒരു പ്രിയ സുഹൃത്തിന്റെ എക്സ്പോസിംഗിൽ നിന്ന് തുടങ്ങാം. എന്നിട്ട് നമുക്ക് രേണു സുധിയുടെ നിക്കർ വിധവയിലോട്ട് പോവാം. കുറച്ച് തള്ളുകളുണ്ട്, നമുക്ക് പൊളിച്ചെടുക്കണം. നമ്മളെ പരിപാടി അതാണല്ലോ. കുറെ പേര് എന്റെ അടുത്ത് പറയാറുണ്ട് അതിലെ നിന്റെ വീഡിയോ കാണാൻ വളരെ രസമാണെന്ന്. രേണു സുധി ലേറ്റ് ആയിട്ട് ചെയ്യുന്നത് കണ്ട് നിന്നെ ഇഷ്ടപ്പെട്ട് ഇപ്പം നിന്റെ ബാക്കി എല്ലാ വീഡിയോസ് ഒക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ ചെയ്യാറുണ്ട്. വളരെയധികം സന്തോഷം കേട്ടാ. ഇവളെ പോലെയുള്ളവരെ ഞാൻ വലിച്ചു കീറി വെട്ടിക്കും. അത് വേറൊരു പ്രപഞ്ച സത്യം. അപ്പൊ നമുക്ക് ആദ്യം ഒരുത്തന്റെ തന്നെയില്ലെന്ന് തുടങ്ങാം. ആരാ? എന്റെ പ്രിയ സുഹൃത്ത് ഡാനി സത്യൻ. യവനൊരു സകലകല വല്ലഭനാണ് കേട്ടാ. അവന്റെ ആ ഇരട്ടത്താപ്പും അവന്റെ മൊറ്റയെടുത്ത സ്വഭാവം ഞാൻ ഇപ്പൊ എക്സ്പോസ് ചെയ്തുതരാം. കൂട്ടുകാരനായാലും തന്തയിലായും അടിച്ചാൽ ഞാൻ പറയും. അപ്പൊ നമുക്ക് തുടങ്ങാം. അച്ഛനും അതിലും ഇനിയെങ്കിലും നിർത്തിക്കൂടെ? രേണു സുധി കാരണം സ്വന്തം വിലം കളയുന്ന രണ്ടുപേർ എന്ന് പറഞ്ഞിട്ട് എന്നെയും ബിഷപ്പിനെയും കുറിച്ച് കുറ്റം പറഞ്ഞ ഡാനി സത്യൻ. ഇത് പറഞ്ഞിട്ടത് നിന്നെയും ബിഷപ്പിനെയും ഇനിയാണെങ്കിലും ഞാൻ പറയും, കാണിച്ച അതുപോലെ തന്നെ പറയും. ഞാൻ എന്റെ വീഡിയോക്ക് അത് എടുത്ത് പറയുന്ന ഒരു കാര്യം, ആ അച്ഛനെ കുറിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യം. നല്ലൊരു മനുഷ്യനാണ്, ആള് പക്കയാണ്, ഡീസന്റ് ആണ്. എനിക്കൊരു ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തത്. പുള്ളി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നല്ല പോസിറ്റീവായിട്ട് പോകുന്നത്, നല്ലൊരു പോസിറ്റീവായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയതും ആ കേസൊക്കെ സോൾവ് ചെയ്യുകയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ നല്ല രീതിയിൽ നടന്നു പോകുക ചെയ്തിട്ടുണ്ടായിരുന്നു. നിരന്തരം വന്നിട്ട് ഒരു അച്ഛൻ വന്നിട്ട് അത് ചെയ്തു ഇത് ചെയ്തു, ഓരോരുത്തരെ വിളിച്ചിട്ട് അത് ചെയ്തു ഇത് ചെയ്തു മറ്റേ ചെയ്തു ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ അദ്ദേഹം ഒരു ലോകം ഇട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വില പൊക്കോണ്ടിരിക്കുന്നത്. ഡെയിലി ഒരു കാര്യം തന്നെ സംസാരിക്കുകയാണെങ്കിൽ എത്ര ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടും എന്നുള്ള ഉറപ്പാണ്. ആണോ അല്ലേ? അതുകൊണ്ടാണ് ഓരോ പെണ്ണുങ്ങൾ വന്നിട്ട് കളിയാക്കി അഞ്ഞാലും കൊഞ്ഞെണ്ണൊക്കെ കാണിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇവനില്ല. യൂട്യൂബേഴ്സിന് ഒരു കോണ്ടന്റ് ആണിത്. ഓക്കെ, ബിഷപ്പ് വന്നിട്ട് ഇന്ന കാര്യം പറയുമ്പോൾ അതെടുത്ത് ചെയ്യാൻ എല്ലാവർക്കും രസകരമാണ്. അതുപോലെ തന്നെയാണ് അതുലിന്റെ കാര്യം. അതുലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ആലോചിച്ചു, ഫേസ്ബുക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ 2 ലക്ഷം ഫോളോവേഴ്സ് ആകാൻ പോകുന്നു. യൂട്യൂബിൽ തന്നെ 2.25 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. ഇത്രയും ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഈ ഒരു കൂറ കോണ്ടന്റ് എടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അത് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരും. ഉറപ്പാണ്. അവന്റെ നിലപാട് മീൻസ് അവന്റെ നിലയും വിലയും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും ഇതുപോലുള്ള ചീഞ്ഞ. അത് ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത്ര വലിയ തെറ്റായൊന്നും തോന്നിയിട്ടൊന്നുമില്ല എനിക്ക്. അത് ഇനിയാണെങ്കിലും പറയും. എന്തായാലും ബാക്കി കൂടെ വെക്ക്. ഉള്ളത് ഒരു 10 ദിവസം മുന്നെയാണ്. ഈ 10 ദിവസം മുന്നേ ഉള്ള വീഡിയോയില് ഇവൻ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. ഞാനായിട്ട് വാഗൊണ്ട് പറയുന്നതിനേക്കാളും അവന്റെ കുണച്ച വാഗൊണ്ട് അവൻ മൊഴിഞ്ഞത് നമുക്കൊന്ന് കാണാം. ചെയ്തതാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് കൂടുതലും ചെയ്യുന്ന എന്റെ സുഹൃത്താണ്, എന്റെ കൂട്ടുകാരനാണ് അതുല്. ഞാൻ അതുലിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇനി നിർത്തിക്കൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് വയ്യതാണ്, ഞാൻ നിർത്തുക എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുല് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അതുലിന് ഇങ്ങനെ തൊലതൊലാന്നും പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഇവനെന്ത് കൊടുക്കും? എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, നിന്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് നീ കേൾക്കും. ഇത് ഓരോരുത്തരും മെസ്സേജ് അയക്കും, അതിൽ ചെയ്തേ പറ്റൂ. ഒരാൾ അയച്ചാലും അവൻ അതെടുത്തൊക്കെ ചെയ്യും. എന്നും ഇത് തന്നെ പരിപാടി. ഇത് അണങ്ങി കിടക്കുന്ന രേണുവിനെ ബൂസ്റ്റ് ആക്കുക. സീരിയസ്ലി ഞാൻ പറയാമെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് രേണുവിന്റെ കൂട്ടത്തിലുള്ള 2 ആൾക്കാരുണ്ട്, അവരെടുത്തോണ്ട് പോയിട്ട് അവരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരം മാത്രം. സത്യം പറഞ്ഞാൽ ഒരു കോണ്ടന്റ് ആണ്. നിങ്ങൾ തന്നെ പറയും. കാരണം എന്ന് വെച്ചാൽ അവരോ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഏറിപ്പോയാലും അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ. ഓക്കെ, നമ്മളിപ്പോൾ അവരുടെ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറെ എണ്ണം മയക്കം പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തോട്ട് ചെല്ലും. അത് സത്യമായിരുന്നു, ഇത് സത്യമായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചായിരുന്നു പറഞ്ഞ് ഇതങ്ങനെ ഇങ്ങനെ പോവുകയും ചെയ്യും. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ദിവസം അല്ലെങ്കിൽ വേണ്ട ഒരു മാസത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന രേണു സുധിയുടെ വിഷയങ്ങൾ എടുക്കാതിരിക്കാമെന്ന്. അതായത് നമ്മുടെ പ്രശസ്ത യൂട്യൂബർ ആയിട്ടുള്ള ഡാനി സത്യൻ പറയുന്നത് ഒരു മാസത്തേക്കെങ്കിലും കുറഞ്ഞത് ഈ രേണു സുധി കോണ്ടന്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ രേണു സുധി എന്ന് പറയുന്ന കോണ്ടന്റ് പിന്നെ സോഷ്യൽ മീഡിയയിൽ അണയുമെന്നാണ് പറയുന്നത്. അതായത് ഈ പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യണം? ഒരു 15 ദിവസമെങ്കിലും കുറഞ്ഞത് എടുക്കാതിരിക്കണമെന്ന്. അവൻ പറഞ്ഞത് ഒരു മാസമെങ്കിലും എടുക്കാതിരിക്കണമെന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരു 15 ദിവസമെങ്കിലും എടുക്കാതിരിക്കാത്ത എന്താ ഉളുപ്പില്ലാത്ത ഡാനി സത്യ, പറഞ്ഞ വാക്കിൽ നട്ടലിന് ഉറപ്പില്ലാത്ത ഊളെ വാഴെ എന്നേ ഞാൻ പറയത്തുള്ളൂ. നീ ഇത്രയും ഒരു ഷൊട്ടയായി പോയല്ലോടാ. ഇവിടെ പറഞ്ഞ വാക്കിനെ കുറച്ച് ഉളുപ്പ് കാണിക്കട. എന്റെ കൂട്ടുകാരനായോണ്ട് പറയല്ല, ഇവൻ വെറും ഒരു പൊട്ടനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കൂ. നിങ്ങളൊന്ന് ആലോചിക്കൂ. 10 ദിവസം ശരി, ഞാൻ പൊട്ടനെ സംബന്ധിച്ചു കഴിഞ്ഞ 2 മാസത്തെ എന്റെ വീഡിയോ എടുത്ത് നോക്കി ഞാൻ എത്ര രേണു സുധി ചെയ്തെന്ന് നോക്ക്. കൂടി 1, 3, 4 മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
കഴിഞ്ഞ 2-3 മാസത്തെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഞാൻ കൂടുതലും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കാര്യങ്ങളൊക്കെയാണ്. അത് ഒരു മനുഷ്യനൊരു നീതി കിട്ടേണ്ട കാര്യമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലാതെ ഇതുപോലുള്ള സ്വന്തം ഭർത്താവിനെ ഇരുന്ന് ദുഷിച്ചും മീൻസ് ഭർത്താവിന്റെ പേരും പറഞ്ഞിട്ട് ഓരോ തോന്നിവാസം കാണിക്കുന്നതും, ഒരു സമയത്ത് ഭർത്താവിന്റെ പേര് പറഞ്ഞ് ഇത് കാണിക്കുന്നത്, ഇപ്പുറത്തെ സൈഡ് മറ്റൊരുത്തിന്റെ പേരും പറഞ്ഞിട്ട് അവനെ സ്നേഹിക്കുന്ന ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സ്ത്രീയെ കുറിച്ച് നിരന്തരം അവരെ അവർ എക്സ്പോസ് ആയിട്ടുണ്ട്. പിന്നെ അവരിങ്ങനെ എക്സ്പോസ് ആയിട്ട് കാണിച്ചിട്ട് എനിക്കൊന്നും നേടാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്റെ പൊന്ന അതിലേ സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. കുറച്ചൊക്കെ എന്താ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് അന്വേഷിച്ച് സംസാരിക്കണം. ഞാൻ എന്തിനാ എപ്പോഴും ഞാൻ നിന്നോട് പറയുന്നത്, നീ ഇന്നലെ ഇട്ട വീഡിയോ അല്ല രേണു ഇന്ന പോലെ ഓരോരുത്തവരുടെ അടുത്ത് നിന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത്, നിന്റെ എന്തോ മൈരേന്ന് വിളിച്ച് വരെ സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. അതിനു വേണ്ടിയാ ഞാൻ നിനക്ക് വേണ്ടിയാ ആ വീഡിയോ ഇട്ടത്. പറഞ്ഞു മനസ്സിലായോ? നിനക്ക് വേണ്ടി ആ വീഡിയോ ഇട്ടത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു കിഴങ്ങനായി പോയല്ലോ. നീ ഇന്നത്തെ വീഡിയോ പോയി കാണാതി. നീ ഇന്നത്തെ വീഡിയോ, ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ നീ പോയി കാണ്. നീ ആദ്യം ഇത് കണ്ടിട്ടിരുന്ന് കുറയ്ക്കുക. അത് കണ്ടെങ്കിൽ സാമാന്യ ബോധമുള്ളവരാണെങ്കിൽ ഇത് കോണ്ടന്റ് ഉണ്ടാക്കത്തില്ലായിരുന്നു. നീ ഇന്നലത്തെ വീഡിയോ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുക, ഇന്നലത്തെ വീഡിയോ ഒന്ന് നീ കണ്ടിട്ട് ഞാൻ നിന്നെ കുറിച്ച് എന്താ പറഞ്ഞത് നീ ആദ്യം പറ. ഇന്നലത്തെ വീഡിയോ നീ ഇരുന്ന് കണ്ടിട്ട് നീ ഇരുന്ന് സംസാരിക്കും. അതാണ് അന്തസ്സുള്ളവന്മാർ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്റെ 2 തമ്പലയും വെച്ചിരുന്നിട്ട് അവൻ അടുപ്പിച്ച് 2 പഴം ചേർന്ന് പറഞ്ഞിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മുന്നേ ഈ ഡയലോഗ് അടിച്ചതാണ്. അതായത് രേണുസുതി കോണ്ടന്റ് ഇനി സോഷ്യൽ മീഡിയയിൽ 1 മാസമെങ്കിലും നിങ്ങൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ വായ്ത്താളായിപ്പോവും. എന്നെയും ബിഷപ്പിനെയും അങ്ങ് ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നു. ഞാനും ബിഷപ്പും ഒക്കെ ഈ രേണുസുതി റിലേറ്റ് ചെയ്ത് കോണ്ടന്റുകൾ പറയുന്നതുകൊണ്ടും സംസാരിക്കുന്നതുകൊണ്ടും ചെയ്യുന്നതുകൊണ്ടും നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഡാനി സത്യൻ അന്ന് വീമ്പ് ഇളക്കിയത്. എന്നാൽ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ഇവൻ വീണ്ടും ചെയ്യുന്നത് എന്താ? അടുപ്പിച്ച് രേണുസുതി കോണ്ടന്റ് ഞാനിവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കാണും. 17 മണിക്കൂർ മുന്നേ അവൻ ചെയ്തിട്ടുള്ളതാണ്. എക്സ്ക്ലൂസീവ് 2 പേർക്കെതിരെ കേസ് കൊടുത്തു രേണുസുതി. അയ്യോ അച്ചോടാ ചുക്കുട് വാവേട്ടാ, നീ ചെയ്യുന്നത് എന്താ? രേണുസുതി കോണ്ടന്റ് അല്ലട്ടാ ഡാനി സത്യ. ഈ നാറിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ആൾക്കാർ അവന്റെ. ആദ്യം ഇവൻ ആ പറഞ്ഞുണ്ടല്ലോ 2 പേരെ അറസ്റ്റ് ചെയ്തേ, ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് ഇവനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയാം. നിങ്ങൾ പോയി കണ്ടിട്ട് ഇവനെ കുറിച്ചുള്ള അഭിപ്രായം അപ്പൊ പറയണം. അവൻ വീഡിയോ കണ്ടിട്ടാണോ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഞാൻ അവന് വേണ്ടി ചെയ്ത വീഡിയോ, അവന് വേണ്ടി. കാരണം ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് അവൻ മറ്റേവനാണ് മറിച്ചവനാണ്, അവന്റെ ചാനൽ നശിപ്പിക്കണമെന്ന് പറഞ്ഞ അവിടെ എന്റെ കൂട്ടുകാരനെ പറഞ്ഞപ്പോ ഞാൻ എന്റെ കൂട്ടുകാരന് വേണ്ടി അവിടെ സംസാരിച്ചത്. അത് മനസ്സിലാക്കാൻ പോലും കഴിയുമെങ്കിൽ ഇവനൊരു കൂട്ടുകാരനാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ പറ, ഇവൻ ആത്മാർത്ഥ സുഹൃത്താണോ? നിങ്ങൾ പറ. ഇവനെ പോലെ ഒരു ഊളയെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ്. അടുത്ത് ഒരു 3/4 മണിക്കൂർ മുന്നേ വേറെ ഒരു വീഡിയോ, അനുമോളിന്റെ ചതിയെ പറ്റി വെളിപ്പെടുത്തി രേണുസുതി. നീ പിന്നെ ഏത് കോണ്ടന്റ് ചെയ്യണം മലരെ? എടാ പറഞ്ഞ വാക്കിൽ ഒരു ക്വാളിറ്റി കാണിക്കണം. അത് നീ എന്ന് പറഞ്ഞ 1 മാസമെങ്കിലും രേണുസുതി കോണ്ടന്റ് എടുക്കാതിരിക്കൂ. ആ വീഡിയോ കൂടെ കാണും നീ. ഞാൻ ആ ഒരു വീഡിയോക്ക് അത് പറയുന്നുണ്ട്. എന്റെ കൂട്ടുകാരനെ പറഞ്ഞോണ്ട് ഇനി ഞാനിവിടെ വെറുതെ വിടത്തില്ലെന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചത്. അതുപോലും ഇവന് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പാ? ഞാൻ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവരെ എപ്പോഴും വിളിക്കുമ്പോൾ സംസാരിക്കുന്നതാണ്. ഈ രേണു തന്നെ പലയിടത്തും ഈ പറയുന്ന സജിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. എന്ത് ഫ്രണ്ട്ഷിപ്പാണ് ഇത്? ഞങ്ങൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അവരെ ഇങ്ങനെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ഇവൻ അതൊരു മനസ്സിലാക്കാനുള്ളൊരു ബോധമില്ല. നീയും അപ്പൊ അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ അറിയാൻ പറ്റുകൊണ്ട് ചോദിക്കുക. നീ അവരും തമ്മിൽ എന്താ അപ്പൊ വ്യത്യാസം? ഇതെന്താണെന്നറിയ കുഴപ്പം? ഇവന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈഗോ. ഇവൻ ഇച്ചിരി ഈഗോ കൂടുതലാ. 10 ദിവസം മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട്, 10 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ട്. അപ്പൊ അതിന് എന്തെങ്കിലും അവന് മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അതിനാണ് ഈ 2 വീഡിയോ അടുപ്പിച്ച് കണ്ടത്. അപ്പൊ ഈ 2 വീഡിയോ അവൻ കണ്ടിട്ടില്ല. കണ്ടായിരുന്നെങ്കിൽ ഇവൻ ചെയ്യത്തില്ല. കണ്ടെങ്കിലും ബുദ്ധി വേണം. ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ ചെയ്യത്തില്ല. അത് വേറെ കാര്യങ്ങൾ. ആ 2 വീഡിയോ ഇവന് വേണ്ടി ചെയ്ത വീഡിയോ ഞാൻ അതുപോലും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഇത് ഞാൻ സോഷ്യൽ മീഡിയ വന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒരു കോണ്ടന്റോ കാര്യങ്ങളൊന്നുമല്ല. ഇത് കണ്ടെങ്കിലും മനസ്സിലാക്കി ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം ജീവിക്കാൻ വേണ്ടിയാ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതിന് ബാക്കി കൂടെ നീ ഇത് മുണങ്ങ്. എന്നിട്ട് 10 ദിവസമായി തികഞ്ഞില്ല. അതിനു മുന്നേ നീ എടുത്തിരിക്കുന്ന കോണ്ടന്റ്. എന്നിട്ട് ഇവൻ ആ വീഡിയോയില് 10 ദിവസം മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയിൽ അവൻ അടിച്ചിട്ടുള്ള കൊണ കേട്ടോ. റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഞാൻ തൊടത്തില്ല. എന്ത് വിഷയം വന്നാലും ഞാൻ തൊടത്തില്ല. 1 മാസത്തേക്ക് നിങ്ങൾ എടുക്കാതിരിക്കാവോ? ഒരീച്ച പോലും കാണത്തില്ല രേണുസുതിയുടെ പുറകെ മൈക്ക് തൂക്കിക്കൊണ്ട് നടക്കാൻ. അതായത് 1 മാസത്തേക്കെങ്കിലും എടുക്കാതിരിക്കും. ഒരു ഈച്ച പോലും വരില്ല. എന്ത് കോൺട്രവേഴ്സി വന്നാലും എന്ത് വിഷയം വന്നാലും രേണുസുതി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ തൊടത്തില്ല എന്നാണ് ഡാനി സത്യൻ വീമ്പളക്കുന്ന. എടാ ഉറപ്പുണ്ടാടാ നിനക്ക് എന്തിനെങ്കിലും? അയ്യേ ഇതിലും വലിയ കോമഡി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവനെ മെസ്സേജ്, ആളെ നിന്നെ ഞാൻ പതിക്കും, നിന്നെ ഞാൻ പണിച്ച് കീറും, നിന്നെ ഞാൻ എക്സ്പോസ് ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഈ കോണ്ടന്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് നൻപണ്ടാ എന്റെ നൻപണ്ടാവൻ. അവൻ എനിക്കിട്ട് 10 ദിവസം മുന്നേ താങ്ങിയതേ ഉള്ളൂ. അതിന് മുന്നേ എന്താ അവൻ വീഴുന്നത്?
ഇത്രേ ഉള്ളൂ. അവൻ ഒരു 10 വേറെ ടോപ്പിക് ചെയ്തപ്പം അവൻ വന്ന വഴി മറന്നു. നമ്മുടെ രേണുസുതി മറന്നേടിയെന്നല്ല, വന്ന വഴി മറന്നെന്ന് നീ പറഞ്ഞല്ലോ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എടാ എങ്ങനെ കിടന്നയാടാ? നീ ആണെങ്കിലും ഞാനാണെങ്കിലും എങ്ങനെയൊക്കെ കിടന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ലെവലിൽ എത്താൻ പറ്റുമെന്ന് അതിന് വലിയ കാര്യം. പക്ഷെ വന്ന വഴി മറക്കുന്ന ആരാ? സത്യം പറഞ്ഞല്ല, ഈ ഒരു കോണ്ടന്റ് ചെയ്ത് പോവാണെങ്കിൽ വന്ന വഴി മറക്കുന്ന നീയാന്നേ ഞാൻ പറയത്തുള്ളതല്ലേ. നീ തന്നെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്ക്. സ്വയം ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു രേണുസുതിയുടെ ഒരു വിഷയം ചെയ്ത് പോകേണ്ട ഒരു ലൈഫാണോ നിന്റെ? നീ ഞാൻ ആലോചിക്കും. ഏറ്റവും കൂടുതൽ അതിലെ ഇന്ന് നിനക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് രേണുസുതിയുടെ വിഷയമാണ്. പക്ഷെ നീ പോലും അറിയില്ല, നിന്റെ വിചാരം നിനക്ക് സപ്പോർട്ടായിട്ടെന്നുള്ള കാര്യമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഈ ഒരു വിഷയത്തിലാണ്. കാരണം പിന്നെ അതുപോലെ തന്നെ നീ ആ 2 വീഡിയോ കാണാതായി സംസാരിക്കുന്നതിനും കൂടെ അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ഞാൻ പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാന്ന് മനസ്സിലാക്കിയാൽ മതി. നീ ഇപ്പൊ എന്നെ ഇങ്ങനെ കളിയാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, നീ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. ഓക്കെ, ബാക്കി കൂടെ കാണാം. രേണുസുതി നിന്നെ മറന്നിട്ട് അവൻ ഇനി നിന്നെ ചെയ്യൂല, നിന്റെ കണ്ടന്റേ ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയവനാണ്. വിട്ടോ ഞാൻ അടുപ്പിച്ച് ഇന്നലെയും ഇന്നും 2 ഒരുമിച്ച്. എടാ ഞാൻ ഒരു ദിവസം ഒരെണ്ണക്കല്ലേ ചെയ്യുന്നുള്ളൂ, നീ അടുപ്പിച്ച് 1, 2, 3 ഒക്കെ വെച്ച് ചെയ്യുന്നുണ്ടല്ലോ. എന്താടാ ഉളുപ്പില്ലാത്തവനെ? എടാ പോടാ. ഇവനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ഡാനി സത്യൻ, അബൌട്ട് ഡാനി സത്യൻ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടാ. നിങ്ങളുടെ 2 വരിയിൽ കുറയാത്ത ഒരു കവിത പോലെ ഡാനി സത്യനെ പറ്റിയിട്ട് 2 വാക്ക് എഴുത്. എടാ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് കാണിക്കടാ ഡാനി. നീ ഇത്ര ഉള്ളൂടാ ഡാനി. എടാ കുട്ടാ, എന്താ ഡാനി നീ ഇങ്ങനെ അച്ഛട്ടാ പാവട്ടാ. എന്നെ ഉപദേശിച്ചതാ 10 ദിവസം മുന്നേ. ഇപ്പൊ അവനെ ഇനി ആരും ഉപദേശിക്കും? അയ്യോ പാവടാ പാവം ഡാനി സത്യന്റെ ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥ ഡാനി സത്യന് ഇനി ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എടാ പോടാ അജി ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു അന്ന് 5 ഡയലോഗ് അടിച്ചപ്പോ നീ മാസ് കാണിച്ച് പോകുന്നു. പക്ഷെ നീ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പോട്ട് ഡാനി, നിന്നെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പോട്ട് നീ എന്നോട് സോറി ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. പോട്ട് നമ്മളെ പയ്യൻ തന്നെ വിട്ടുകള ജനങ്ങൾ വിട്ടുകള നമ്മുടെ പയ്യൻ തന്നെ. പയ്യനൊരു കൊച്ചബദ്ധം പറ്റിയതാണ്. തക്കട് കൊച്ചു പിള്ളേരല്ലേ. ഇവിടെ ആരാടാ കൊച്ചു പിള്ളേരാവുന്നത്? ഇവിടെ നിന്റെ വില നീ തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ വില ഇപ്പൊ കണ്ടില്ല, വരുന്നവരും പോകുന്നവരും ഒക്കെ. ഇപ്പൊ രേണുവിന്റെ ഫ്രണ്ട്സ് ഒക്കെ നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ് അവരുടെയൊക്കെ ചാനലിൽ 10-9K ആയി. ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലാതെ നീ വന്നിട്ട് പറ അതിൽ ബ്ലോഗ്സിന്റെ പവറാണ് എന്നെ വെറുക്കുന്നവരും കാണുകൂടാ, അത് അവരുടെ സൈഡിൽ പിടിക്കാൻ അങ്ങനെ സംസാരിക്കരുത്. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാണ്, അത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിന്റെ ചിന്താഗതി വേറെ ആയിപ്പോണ്ടാണ് അതിലെ നീ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ. ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. സ്വയം ഒന്ന് ആ ഒരു 2 വീഡിയോ നീ കാണാത്തതിന്റെ കുഴപ്പമാണ്. നിന്റെ മനസ്സിൽ കിടക്കുന്ന ഈഗോയാണ് നീ എന്നെ ഇപ്പൊ പുറത്ത് കൊണ്ടുവന്നത്. നിന്റെ മനസ്സിൽ കിടക്കുന്ന ഈഗോ ഒരു പറ്റിയ അവസരത്തിന് ഞാൻ ഇത് മാസമല്ല അതില്ല, ഇത് വെറും വിട്ടുതരവെന്നേ പറയത്തുള്ളൂ. 5 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇല്ലാത്ത ഒരു വിവരക്കേട്. ഞാൻ ഉള്ള കാര്യം പറയാം, 5 വയസ്സുള്ള ഒരു കൊച്ചിന്റെ പോലും ബുദ്ധിയില്ലാത്ത രീതിയിലപ്പോ അതൊരു സംസാരിച്ചിരിക്കുന്നത്. ഞാൻ പല കോണ്ടന്റ് നിന്റെ കണ്ട് അതിശയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരൊറ്റ വീഡിയോ ഉണ്ട്, അതായത് നീ എനിക്ക് ഇട്ട ആ ഒരൊറ്റ വീഡിയോ ഉണ്ട്, നീ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിഗ് സീറോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആലോചിച്ചും കണ്ടും ചെയ്യുക. അല്ലെങ്കിൽ സാമാന്യ ബോധമുള്ളവർ ആരെങ്കിലും ചെയ്യുന്ന ഒരു വീഡിയോ ആടാ, നീ പോയി നോക്കടാ. നീ അടുപ്പിച്ച് 2 വീഡിയോ ചെയ്ത് ആ 2 വീഡിയോ നിനക്കെതിരെ പറഞ്ഞിട്ടാണെന്ന് പോലും ചിന്തിക്കാനുള്ള ഒരു ബോധം പോലും നിനക്ക് ഇല്ലാതായി പോലും നോക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. സാമാന്യ ബോധം വേണം. അതൊന്നും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇപ്പൊ ആൾക്കാർക്ക് വേണമെങ്കിൽ ശരിക്കാം 2 കൂടെ അടിച്ചു പിരിഞ്ഞ് അങ്ങനെയാണ് മറ്റേതാണ് മാടെ എന്നൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ നിന്റെ മനസാക്ഷിക്ക് നീ ചെയ്യുന്ന പരിപാടി ഞാൻ നോക്കും. ഇനിയെങ്കിലും ആ ഒരു വാളി കേസ് കേട്ടാടാ അതൊക്കെ അപ്പൊ വിട്ടുകളയാൻ നോക്ക്. എന്നിട്ട് നല്ല നല്ല വിഷയങ്ങൾ ചെയ്യും. ഒരുപാട് ആൾക്കാർക്ക് വല്ല നീതി മേടിച്ചു കൊടുക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും. പണ്ടൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, പല പ്രശ്നങ്ങൾ തീർത്തും കൊടുക്കുമായിരുന്നല്ലോ. അതിന്റെ ഇവിടെ പോയി എപ്പോഴും രേണുവിന്റെ മൂട് താങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവനും അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അവക്കെന്ത് സ്വന്തം ഭർത്താവിനെ വരെ കുറ്റമല്ല, നാട് മൊത്തം കുറ്റം പറഞ്ഞു നടന്നത്. പിന്നെ അങ്ങോട്ട് നല്ല രീതി മരിച്ചു കഴിഞ്ഞപ്പോ അത് വെച്ച് ജീവിക്കുന്ന ഒരു സാധനം അതിനെ ഇനി എന്തോ സ്പോസാക്കാനാണ്? നീ എന്തോ ചെയ്യാനാ? ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. ഉള്ള വില കളയാൻ വേണ്ടി ഓരോ വിവരക്കേട് ഇരുന്ന് സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോ നീ തന്നെ നിന്റെ കുഴി തോണ്ടി വെച്ച് നീ ഇരുന്ന് സംസാരിക്കും. എടാ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നിന്റെ സബ്സ്ക്രൈബേഴ്സിനോട് നീ ചോദിച്ചു നോക്ക്, ഞാൻ ഈ രേണുസുതിയെ കുറിച്ച് പറയുന്നത് നിർത്തുന്നതാണോ നല്ലതെന്ന് ചോദിക്കും. അതെങ്ങനെയാണെന്നറിയാം, ഞാൻ ഡയലോഗ് അടിച്ചിട്ടാണ് കാര്യത്തോടെ സംസാരിക്കണം. ഞാനാണോ അവർക്ക് റീച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് സംസാരിച്ച് നോക്ക്. അപ്പൊ മനസ്സിലാവും. നീയും ഞാനും നീ റിയാക്ഷൻ ചെയ്യുന്ന ഒരു 10 ദിവസം ഇവിടെ എടുക്കാതിരിക്കാവോ? ഞാൻ അന്നും ഇന്നും ഒന്നേ പറയുന്നുള്ളൂ, ഇവിടെ പിന്നെ ബിഗ് സൂറയാണ്. ഇത് പിന്നെ നിന്നെ ഇന്നലെ എടുത്തിട്ട് താങ്ങിക്കൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. ആണോ അതിലെ ഞാൻ നീയും കൂടെ അല്ലേ കേട്ടത് നിന്നെ മോശമായിട്ട് പറയുന്ന കാര്യം? ആണോ ഒരു വ്യക്തിയോട് പറയുന്നേ? അപ്പൊ നീ ഇന്നലെ വീഡിയോ പിടിച്ചു, ഞാൻ അത് ഏറ്റു പറഞ്ഞു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ ആ ഒരു വീഡിയോ പോലും നോക്കാൻ ഒരു മനസ്സിലെങ്കിൽ പിന്നെ എന്തിനാണ് നീ സുഹൃത്താണെന്ന് പറഞ്ഞ് നിൽക്കുന്നത്? ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാണുന്ന പ്രേക്ഷകരത് മനസ്സിലാക്കട്ടെ.